എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളിൽ സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ? പ്രണയത്തിന്റെ കഠിന ഭാഷയും അഭിലാഷങ്ങളും തൂലിക കൊണ്ട് നിരത്തിയ എഴുത്തുകാരി. കമല സുരയ്യ എന്നും കമല ദാസ് എന്നും അറിയപ്പെട്ട മലയാളികളുടെ സ്വന്തം മാധവിക്കുട്ടിക്ക് ഇന്ന് 90ാം ജന്മദിനം. അക്ഷരങ്ങൾക്ക് തേനിന്റെ മധുരവും കാരമുള്ളിന്റെ മൂർച്ചയും ഉണ്ടായിരുന്നു. സ്ത്രീപക്ഷ എഴുത്തുകളിൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും തുറന്നെഴുതി വാക്കുകളുടെ ലോകത്തിൽ അവർ കരുത്തുറ്റ പ്രതിഭയായി തിളങ്ങി. പൊതുബോധത്തിനൊപ്പം നടക്കാതെ തുറന്നെഴുത്തുകൾക്ക് തന്റെ സൃഷ്ടികളിൽ ഇടം കൊടുത്തതിനാലാവാം മാധവിക്കുട്ടിയെ മലയാളികൾ ആഘോഷിക്കാൻ അവരുടെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു. എഴുത്തിന് മരണമില്ല, എഴുത്തുകാരിക്കും. കാലം ഇത്രയായിട്ടും മനുഷ്യ വികാരങ്ങളും സംഘർഷങ്ങളും അറിയിക്കാൻ പലപ്പോഴും മാധവിക്കുട്ടിയുടെ വരികൾ കടമെടുക്കപ്പെടുന്നു. നീർമാതളം പൂത്ത പോലൊരു പെൺകൊടി വരികളിൽ വരച്ചിട്ടത് അത്ര പെട്ടെന്നൊന്നും മായ്ച്ചു കളയാനാവില്ലല്ലോ. സങ്കല്പങ്ങൾക്കും ആരാധനകൾക്കും എഴുത്തിലൂടെ പുതിയ നിറങ്ങളും ഭാവങ്ങളും നൽകാൻ അവർ എന്നും ശ്രദ്ധിച്ചിരുന്നു. വികാരങ്ങൾക്ക് അധീനരാകേണ്ടി വരുന്ന മനുഷ്യനെ ബന്ധങ്ങൾ മുറിവേൽപ്പിച്ചേക്കാം, ചിലപ്പോൾ സുഖപ്പെടുത്തിയേക്കാം. ബന്ധങ്ങൾ കുടുക്കുപോലെ മുറുകുമ്പോൾ മാധവിക്കുട്ടിയുടെ അക്ഷരങ്ങൾ ഒരു പക്ഷേ സാന്ത്വനമായേക്കാം. സ്നേഹത്തിന് പുതിയൊരു ഭാഷ തന്നെ അവരുടെ എഴുത്തുകളാൽ സൃഷ്ടിക്കപ്പെട്ടു. പിടിച്ചടക്കലിനും നിർബന്ധങ്ങൾക്കും അപ്പുറം വിട്ടുകൊടുക്കലുകളും നിഷ്കളങ്കതയും നിറഞ്ഞ ഇഷ്ടങ്ങളെ പറ്റി അവർ സംസാരിച്ചു. കൃഷ്ണൻ എന്ന ആരാധനാമൂർത്തി അവർ സ്നേഹസങ്കല്പമാക്കി. ഒഴുക്കിക്കൊടുക്കാൻ പാകത്തിന് നിറഞ്ഞു കവിയുന്ന പ്രണയമായിരുന്നു മാധവിക്കുട്ടിയുടെ. തന്റെ ചിന്താലോകത്തെ ഭാവനകൾക്ക് അവർ വെച്ചുപിടിപ്പിച്ച ചിറകുകളായിരുന്നു മാധവിക്കുട്ടിയുടെ ഓരോ എഴുത്തുകളും. എഴുത്തുകൾ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു, വ്യക്തിഹത്യ ചെയ്യപ്പെട്ടു. സ്ത്രീ സങ്കല്പങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുവെങ്കിലും ശക്തമായി എഴുതി, വീണ്ടും വീണ്ടും എഴുതി, മരിക്കുവോളം അവരെഴുതി. ആമിയോളം സുന്ദരമായിരുന്നു അവരുടെ പ്രണയ സങ്കല്പങ്ങളും ഭാവനാ സൃഷ്ടികളും. ആമി, നീ എന്ന പ്രണയത്തിന്റെ രാജകുമാരിക്ക് നന്ദി. ആ നീർമാതളം ഇപ്പോഴും പൂക്കാറുണ്ട്, പക്ഷേ അത്രമേൽ പ്രണയാർദ്രമായിട്ടില്ല പിന്നീട് ഒരിക്കലും.